ഒരു 12 രാശിയിൽ ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലം നിൽക്കുന്നതും ശനിയാണ്, 2.5 വർഷക്കാലം. അപ്പം അങ്ങനെയുള്ള ശനിയുടെ ഒരു പകർച്ചയാണ് കുംഭൻ രാശിയിൽ നിന്ന് മീനത്തിലേക്കുള്ള ശനിയുടെ പകർച്ച. ഈ മാർച്ച് മാസം 29-ാം തീയതി, മീനമാസം 15-ാം തീയതിയോട് കൂടിയാണ് ഈ ശനി പകരുന്നത്, കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് പകരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറേ ആൾക്കാർക്ക് ആശ്വാസവും കുറേ പേർക്ക് ദോഷവുമാകുന്നൊരു കാലഘട്ടവും കൂടിയാണ്. കുറേ ആൾക്കാർക്ക് ഏഴരശ്ശനി തുടങ്ങുന്നു, കുറേ പേർക്ക് കണ്ടകശ്ശനി തുടങ്ങുന്നു, പല കൂറുകാർക്കും പല വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു രാശിപ്പകർച്ച കൊണ്ട് ഒരുപാട് സങ്കടപ്പെടാനുള്ള ഒരു സംഭവം നിങ്ങൾ ചിന്തിക്കേണ്ട. ഏത് രാശിപ്പകർച്ച വന്നാലും ഏത് ഗ്രഹപ്പകർച്ച വന്നാലും അത് ഗുണത്തിലേക്കായാലും ദോഷത്തിലേക്കായാലും വൃത്തിയായ വ്യക്തമായ നാമജപാദികളും പ്രാർത്ഥനകളും ചെയ്താൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ ശനിയുടെ പകർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ശാസ്താവിൻ്റെ ഭജനം കൊണ്ടും ഹനുമാൻ സ്വാമിയുടെ ഭജനം കൊണ്ടും ഗണപതി ഭജനം കൊണ്ടും മഹാദേവ ഭജനം കൊണ്ടും ശനിയുടെ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.